രാസവളങ്ങളുടെ അതിരൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം.പി. കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് കത്ത് നൽകി. പൈനാപ്പിൾ കർഷകരും വ്യാപാരികളും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം.പിയുടെ ഇടപെടൽ. ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷനും വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം.പിയുടെ ഇടപെടൽ. രാസവളത്തിന് കുത്തനെയുണ്ടായിരിക്കുന്ന വിലവർദ്ധനവ് പൈനാപ്പിൾ കാർഷിക മേഖലയുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണെന്ന് എം.പി. കത്തിൽ ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ മാസം ഫാക്ടംഫോസിന് ചാക്കിന് 825 രൂപയാണ് വർദ്ധിച്ചത്. പൊട്ടാഷിന് 300 രൂപയും NPK മിശ്രിതങ്ങൾക്ക് 500 രൂപയുടെയും വർധനവുണ്ടായി. ഇതിനു പുറമെ ഏറ്റവും അത്യാവശ്യമായ യൂറിയയുടെ കടുത്ത ക്ഷാമവും കർഷകരെ വലയ്ക്കുകയാണ്. വളങ്ങളുടെ ഉയർന്ന വില കാരണം ഉൽപ്പാദനച്ചെലവ് കുത്തനെ ഉയർന്നു. കൃഷിയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും എം.പി. കത്തിൽ ചൂണ്ടിക്കാട്ടി. യൂറിയ, പൊട്ടാഷ്, NPK വളങ്ങൾക്ക് കർശനമായി വിലപരിധി നിശ്ചയിച്ച് കൃത്രിമ വിലക്കയറ്റം തടയണമെന്ന് എം.പി. ആവശ്യപ്പെട്ടു. യൂറിയ ലഭ്യത ഉറപ്പാക്കണം. കർഷകർക്ക് താങ്ങാവുന്ന വിലയിൽ വളങ്ങൾ ലഭ്യമാക്കാൻ പ്രത്യേക സബ്സിഡി അനുവദിക്കണമെന്നും എം.പി. അഭ്യർത്ഥിച്ചു. അടിയന്തര സഹായമുണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കർഷകർ പൈനാപ്പിൾ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും എം.പി. മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.